ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരുപാട് നാടൻ മാങ്ങ പഴുത്ത് ചാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചതിൻ്റെ ഒരുപാട് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ജാം തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ, ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജാമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. സിമ്പിളാണ് കേട്ടോ. അതിൻ്റെ തൊലി ഇതുപോലെ ഒന്നിങ്ങനെ വലിച്ചെടുക്കുക. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന മാങ്ങയുടെ പോലെയൊന്നുമല്ല നാടൻ മാങ്ങ. ഇതുപോലെ നമ്മളൊന്നിങ്ങനെ വലിച്ചെടുത്താൽ തന്നെ തൊലി പോരും. കണ്ടില്ലേ? ഇതിന് നല്ല നാരുകളടങ്ങിയ മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് കത്തിയേറ്റ് മുറിച്ചാലൊന്നും കിട്ടൂല. കൈ വെച്ച് തന്നെ ഇതുപോലെ ഞാനിതിൻ്റെ ജ്യൂസൊക്കെ എടുക്കുകയാണ്, പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതുപോലെ എല്ലാ മാങ്ങൻ്റെയും ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മിക്സിയുടെ ജാറിലൊന്നിട്ട് അടിക്കണില്ല, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തതാവുകൊണ്ട് നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഞാനിതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലൊന്നിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അരമുറിയാണ് ചേർത്തിട്ടുള്ളത്. നാടൻ മാങ്ങ ആവുകൊണ്ട് അത്യാവശ്യം പുളിയൊക്കെ ഉള്ളൊരു മാങ്ങ തന്നെയാണ് കേട്ടോ. പഴുത്താലും ചെറിയ പുളിയുള്ള മാങ്ങയാണ്. നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ സമയമെടുക്കും ഇതുപോലെ ഒന്ന് കുറുകി കിട്ടാൻ. നമുക്ക് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകം, ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വിട്ട് വരുന്നൊരു പാകമല്ലേ, അങ്ങനെ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, നല്ല ജാമായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാങ്ങയിട്ട് ജാമുണ്ടാക്കിയാൽ നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.